ഖത്തർ സമാധാന ചർച്ചയ്ക്കിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടന്നു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. ഖത്തറിൽ സമാധാന ചർച്ചകൾ സജീവമായി നടക്കാനിരിക്കെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി കഴിഞ്ഞു. ഈ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രമുഖ നാവിക കമാൻഡറായ റംസി റമദാൻ അഹമ്മദ് അലി സാലേഹും അദ്ദേഹത്തിന്റെ ഏതാനും കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. ഈ സംഭവം വെടിനിർത്തൽ സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗാസയിലെ ഒരു ഭക്ഷണ വിതരണശാലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇവിടെ വെച്ചാണ് ഹമാസിന്റെ നാവിക കമാൻഡറായ റംസി റമദാൻ കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ഇസ്രായേൽ അധികൃതർ പറയുന്നതനുസരിച്ച് സാലേഹിനൊപ്പം ഹമാസുമായി ബന്ധമുള്ള മറ്റ് 24 പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ഹമാസിന് നേരെയുണ്ടായ വലിയൊരു തിരിച്ചടിയായാണ് ഇസ്രായേൽ കാണുന്നത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മോർട്ടാർ ഷെൽ അറേ സെല്ലിലെ ഡെപ്യൂട്ടി മേധാവി ഹിഷാം ഐമാൻ അദിയ മൻസൂറും അദ്ദേഹത്തിന്റെ കൂട്ടാളി നസീം മുഹമ്മദ് സുലൈമാൻ അബു സഭായയും ഉൾപ്പെടുന്നുവെന്ന് IDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യക്തികളും ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ പ്രധാന പദവി വഹിച്ചിട്ടുള്ളവരാണ്. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ ഹമാസിന്റെ സൈനിക നേതൃത്വത്തെയും അവരുടെ പ്രവർത്തന ശേഷിയെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. സാലേഹ് ഹമാസിന്റെ ഒരു സുപ്രധാന നേതാവായിരുന്നു എന്നും ഗാസയിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്കെതിരെ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇസ്രായേലിന്റെ പ്രധാന സൈനിക ലക്ഷ്യങ്ങളിലൊന്ന് കൈവരിക്കുന്നതിന് തുല്യമാണ്. ഖത്തറിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ഒരു വെടിനിർത്തൽ കരാറിനായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണ്.